ആന നീരാട്ടിലേക്കാണ്. അത് നല്ല ഗംഭീരമായ കാഴ്ചയാണ്. പക്ഷേ ഈ ആന ഈ നീരാട്ടിൻ്റെ ഇടയിൽ പാപ്പാനെയും നാട്ടുകാരെയും ഒക്കെ സത്യം പറഞ്ഞാൽ വട്ടം കറക്കി കളഞ്ഞു എന്നതുകൂടിയാണ് അതിൻ്റെ ഒരു വസ്തുത. കനാലിലെ വെള്ളം കണ്ടപ്പോഴാണ് ആനയ്ക്ക് നേർച്ചയ്ക്ക് കൊണ്ടുപോവാണ് എന്ന കാര്യമൊക്കെ ആന മറന്നു. എന്നാൽ ഒന്ന് കുളിച്ചിട്ടങ്ങ് പോവാം എന്ന് കരുതി ആന ഇറങ്ങി അവസാനം ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നു. അക്കരമേൽ മോഹനൻ എന്ന കൊമ്പനാണ് ഈ പണി പറ്റിച്ചത്. എന്തുണ്ടായി? ശരി, അരുൺ അമർനാഥുണ്ട്. അരുൺ, ആന പണി പറ്റിച്ച് കളഞ്ഞു. ഇത് നേർച്ചയുടെ സമയമൊക്കെ വൈകിയോ? അതോ എങ്ങനെയാണ് ഇവനെ കയറ്റിയത്? അതോ സ്വയം മനസ്സാലെ കരക്ക് കയറുകയായിരുന്നോ? ചേട്ടാ, ഈ സാധാരണ ഇപ്പോൾ കാട്ടാനകളുടെ ഒക്കെ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത്തവണ ഒരു നാട്ടാന തന്നെ അങ്ങനെ കുളിക്കാനിറങ്ങിയ നാട്ടാനയുടെ തന്നെ ഒരു നീരാട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അക്കരമേൽ മോഹനൻ എന്ന് പറഞ്ഞ ആനയെ ഈ വെളിയങ്കോട് ക്ഷേത്രത്തിലെ നേർച്ചയ്ക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ നേർച്ചയ്ക്ക് പോകുന്ന വഴി ഈ കനാല് മുറിച്ച് കടന്ന് വേണം പോകാൻ. അപ്പോൾ കനാലിലെത്തിയപ്പം മൂപ്പര് അവിടെ നിന്ന് അനങ്ങുന്നില്ല. കുറേ പാപ്പാനൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാർക്കും കൗതുകമായി, മൊത്തം നാട്ടുകാരും കൂടി. എന്നിട്ടും കയറി വാടാ മക്കളെ എന്നൊക്കെ പാപ്പാൻ പറയുന്നുണ്ട്. പക്ഷേ ആന മൈൻഡേ ചെയ്യുന്നില്ല. മൂപ്പരതായ ഒരു ലോകത്ത് അവിടുന്ന് നമ്മൾ പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ പൂളിലൊക്കെ പോയാൽ നമ്മൾ കളിക്കുന്ന പോലെ നല്ല ടൈം എടുത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നല്ല ആസ്വദിച്ച് കുളിക്കണം. അത് ചൂടുകൂടിയാണ്. അപ്പോൾ മൂപ്പര് ഫുൾ അങ്ങ് ഒരു റിലാക്സ് ചെയ്ത കുറച്ച് ടൈം അവിടെ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്ത്. നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട്, ഫുൾ കോസ്റ്റ്യൂമിലാണ് മൂപ്പരെ കുളി എന്നുള്ളതും കൂടിയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നാട്ടുകാർക്കൊക്കെ ഒരു രസമുള്ള കാഴ്ച കൂടിയായിരുന്നു അത്. അവിടെ കൂടിയുന്നവർക്കൊക്കെ എന്തായാലും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായി. നമുക്കറിയാം, ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് ഉൾപ്പെടെ ഈ ഉത്സവങ്ങൾക്കൊക്കെ ആന ഇടയുന്ന വാർത്തകളാണ് നമ്മൾ. അത്തരം അനിഷ്ട വാർത്തകൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു രസമുള്ള കാഴ്ചയായി, ഒരു സുഖമുള്ള കാഴ്ചയായി എന്നുള്ളത് കൂടിയാണ്. പുള്ളി നേരത്തെ ദീക്ഷേട്ടൻ ചോദിച്ച പോലെ മൂപ്പര് പഴമൊക്കെ കാണിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷേ മൂപ്പര് അടുക്കുന്നേ ഇല്ല. ലാസ്റ്റ് മൂപ്പര സമയമായപ്പോഴാണ് ഈ അക്കരമേൽ മോഹനൻ കയറിപ്പോയത് എന്നുള്ളത് കൂടെ ഉണ്ട് ദീക്ഷേട്ടൻ. ശരി, എന്തായാലും കനത്ത ചൂടല്ലേ, അപ്പോൾ ആനയ്ക്കും ഒരു തണുപ്പൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവൻ രസിച്ചു, ആളുകളും അത് ആസ്വദിച്ചു എന്നത് നല്ല കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അനിഷ്ടമല്ല, ഇഷ്ടമുള്ള ഒരു കാഴ്ചയായി ആനയുടെ കുളിയും മാറി. ശരി അരുണേ.